ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضوان الله. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഭിവന്ദരായ പണ്ഡിതന്മാരെ, ഈ സ്ഥാപനത്തിൻ്റെ കാര്യദർശികളായ ഉമറാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഹഖ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കുടുംബസമേതം സ്വർഗത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു. നിങ്ങൾ ജുനൈദ് ഇങ്ങോട്ട് വരും. ആകപ്പാട് പേരാണ് ജുനൈദും, പിന്നെ നമ്മുടെ സമീർഖാൻ്റെയാണ്, ബാക്കി പേരറിയില്ല. അപ്പോൾ അതൊക്കെ വിത്തമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടിരിക്കട്ടോ. മുന്നോട്ടിരുന്നാൽ ഇനി വരുന്നാൾക്ക് ബാക്കോട്ട് പോയിരുന്നാൽ മതിയല്ലോ. 10 മണിക്ക് ഇൻഷാ അല്ലാഹ് നിർത്തും. അല്ലാഹു തആല നല്ലത് പറയാനും ഉൾക്കൊള്ളാനും പഠിക്കാനും നന്നാവാനും തൗഫീഖ് തരട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബിഅൽഫി ആം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ നൂറാകുന്ന പ്രകാശമായിരുന്നു ഞാനെന്ന് സയ്യിദുനാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശാരീരിക ഘടന കൊണ്ട് ആദം നബി അലൈഹിസ്സലാം നമ്മുടെ ഉപ്പാപ്പയാണെങ്കിൽ, അബുൽ ബശറാണെങ്കിൽ, ആത്മീയമായ ഘടനയിലൂടെ ലോകത്തിലുള്ള സകല വിശ്വാസികളുടെയും പിതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഖുർആനിലെ ഏറെക്കുറെ ഖിതാബുകൾ. ചിലയിടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്ന ചില ശൈലികളുണ്ട്. ആദം നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെ അല്ലാഹു തആല പേര് കൊണ്ടാണ് വിളിച്ചത്. യാ സക്കരിയ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന യാ മൂസ ഖുദിൽ കിതാബ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും അവരവരുടെ പേരുകൊണ്ടാണ് അല്ലാഹു തആല വിളിച്ചത്. അതേ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹർ റസൂൽ യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദഥിർ, റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠമായ വിശേഷണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല തങ്ങളെ വിളിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏറെക്കുറെയുള്ള ഖിതാബുകൾ. ഒന്ന് അതിന്റെ പഠിതാവിനോടാണ്, മറ്റൊന്ന് അതിന്റെ പ്രചാരകനായ മുത്തുനബി തങ്ങളോടാണ്, പിന്നെ അതിന്റെ മുന്നിൽ പറയുന്ന
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിന് തുമഅനീനത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റസൂലി മാ നുസബ്ബിതു ബിഹി ഫുആദക, അവിടത്തേക്ക് സമാധാനം കിട്ടാൻ വേണ്ടി തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ അവരിലേക്ക് വരുമ്പോൾ മുൻഗാമികൾക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ അതിജീവിച്ചത് എങ്ങനെയാണ്, അവർക്കത് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ കഥകൾ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കഥകളിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളോടാണ് ചില ഖിതാബുകൾ. ഖിതാബ് മനസ്സിലായി? ഖിതാബ് എന്ന് മനസ്സിലായി? അഭിമുഖം. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഈ വിളികൾ, വ്യത്യസ്തമായ വിളികൾ പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. ഏറെക്കുറെ ഖിതാബുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സ്നേഹത്തോടെ തങ്ങളുടെ പേര് പരാമർശിക്കുന്നു. തങ്ങൾ ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ പ്രകാശത്തെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. പ്രസവിക്കപ്പെട്ടതിന്റെ 2 വർഷങ്ങൾക്ക് ശേഷം പല ഘട്ടങ്ങളിലായിട്ട് ശഖ്ഖു സുദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്തിനാ ശഖ്ഖു സുദർ എന്ന് പറയുന്നത്? ഒരു ഹാർട്ട് സർജറി. അലം നശ്റഹ് ലക സദറക, അല്ലയോ ഹബീബായ നബി, അവിടുത്തെ ഹൃദയത്തെ നമ്മൾ വിശാലമാക്കി തന്നിരിക്കുന്നു. ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്ന് വിശാലമായ പല ആലോചനകളും ചിന്തകളും നടത്തേണ്ട ഹൃദയമാണ് അവിടുത്തെ ഹൃദയം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ തങ്ങളുടെ മനസ്സ് വേദനിക്കുകയോ അതല്ലെങ്കിൽ വെറുപ്പ് സംഭവിക്കുകയോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല 4 തവണയായിട്ട് അതല്ലെങ്കിൽ 3 തവണയായിട്ട് ശഖ്ഖു സുദർ നടത്തിയത്. അലം നശ്റഹ് ലക സദറക, തങ്ങളുടെ ഹൃദയത്തെ നമ്മൾ വിശാലമാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചേർത്തി വായിക്കപ്പെടേണ്ട ചില സംഗതികളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും ഇജാബത്ത് ഉറപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, വെള്ളിയാഴ്ച സുപ്രധാനമായ ദിവസമാണെന്നും പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള ദിവസമാണെന്നും പറഞ്ഞു. പക്ഷെ അതിൽ കൺഫേംഡ് ആയിട്ടുള്ള ടൈം ഏതാണെന്നറിയില്ല. വെള്ളിയാഴ്ച സുബ്ഹി മുതൽ ഇമാമ് ഖുതുബ നിർവഹിക്കാൻ മിഹ്റാബിലേക്ക് മിമ്പറിലേക്ക് എത്തുന്നതിന്റെ ഇടയിലുള്ള ഏതോ ഒരു സമയം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ റമദാൻ 21 മുതൽ 29 വരെ സാധ്യതകളുണ്ടെന്നും ഒറ്റയിട്ട രാവാണെന്നും പറഞ്ഞു. പക്ഷെ കൺഫേംഡ് ആയിട്ടുള്ള ടൈം പറഞ്ഞിട്ടില്ല. അതേസമയം പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കുമെന്ന് നിശ്ചയമാക്കി പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ഓരോ പ്രവാചകന്മാരും അവരവരുടെ കാലഘട്ടത്തിൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കിരാത മർദ്ദനങ്ങൾക്കെതിരായിട്ട് അവർ പ്രാർത്ഥന നടത്തി. നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാം, നിങ്ങൾ അന്തംപെട്ടിരിക്കരുതട്ടാ, നമുക്ക് നാളെ കൈപിടിക്കേണ്ട ആൾക്കാരവര്. പേരൊക്കെ പറയുമ്പം നമ്മളെ ചങ്ങായിന്റെ പേരല്ല പറഞ്ഞത്, നമ്മളെ പ്രവാചകന്മാരുടെ പേരാ പറഞ്ഞത്. സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം നല്ല ശജാഅത്തുള്ള ആളാണ്, ധീരനാണ്. മൂസാ നബി അലൈഹിസ്സലാം റംസീസ് രണ്ടാമൻ എന്ന് വിളിക്കുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയോട് സമകാലികന്മാരായിട്ടുള്ള പുരോഹിത വർഗം പറഞ്ഞു, നിങ്ങളുടെ ഘാതകൻ ഈ ബനൂ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ആൺകുട്ടിയാണെന്ന്. ആരെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ 20,000-ഓളം പാവപ്പെട്ട ചെറിയ ആൺകുട്ടികളെ കൊന്നൊടുക്കിയ കശ്മലൻ. പക്ഷെ അല്ലാഹു തആലയുടെ ഹിക്മത്ത് എത്ര വലുതാണ്. ഇവൻ ആരെയാണോ പേടിച്ചത് ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു.
നൈൽ നദിയിൽ ഓളം തള്ളി വരുന്ന നല്ല പെട്ടിയിൽ നിന്ന് സുന്ദരനായ ഒരു കുഞ്ഞു പൈതലിനെ കിട്ടിയപ്പോ ആസിയ ബീവി സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തപ്പോ പേടിച്ചു പോയിട്ടുണ്ട് ഫിർഔൻ. പക്ഷേ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞാൽ പിന്നെ അങ്ങനല്ലേ, നമ്മളെ ഭാര്യമാരുടെ ഭർത്താവാണോ അല്ല ഭർത്താവിന്റെ ഭാര്യ? ആ കല്യാണം കേൾക്കുന്നില്ല, നമ്മളെന്താണ് ചെറുപ്പക്കാർക്കൂടെ ഇരിക്കുന്നത് അല്ലേ? ഭാര്യമാര് പറഞ്ഞാൽ നല്ലോണം കേൾക്കണം, എന്നതല്ല കേട്ടോ, കേൾക്കാൻ പറ്റിയത്. മൂസാ നബി അലൈഹിസ്സലാമാകുന്ന ചെറിയ കുഞ്ഞിനെ കൊല്ലണമെന്ന് പല സമയത്തും ഫിർഔൻ പറയും. ആസിയ ബീവിയുടെ സ്നേഹത്തിലുള്ള വാക്കുകൾ കേട്ടിട്ട് കൊല്ലാതെ കാത്തു സൂക്ഷിച്ചു. وموسى الذي رباه جبريل كافر وموسى الذي رباه فرعون مرسل صلاة وتسليم അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിന് സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്തൊരു മൂസ ഉണ്ടായിരുന്നു. ആ മൂസ ചത്തുപോയി കാഫിറായി. അതേ സമയത്ത് കാഫിറായ ഫിർഔന്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തൊരു മൂസയുണ്ട്. അതാണ് സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മുസ്ലിമായത് മാത്രമല്ല, ഒരു പ്രവാചകനായി. ഈ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി പലതവണ ആവതും ശ്രമിച്ചിട്ടുള്ള ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഖിബ്തിയാക്കളെന്ന് പറയുന്ന ഫിർഔനിന്റെ കൂട്ടാളികളെ കൊണ്ട് പലതവണ മൂസ നബിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കൂട്ടുകാരെ, ഈ മൂസ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ പരിശ്രമിച്ചപ്പോ കടലിൽ മുക്കിയിട്ട് സമുദ്രത്തിൽ മുക്കിയിട്ട് അല്ലാഹ് നശിപ്പിച്ചു കളഞ്ഞില്ലേ? പിന്നാലെ വരുന്ന ശത്രുക്കളെ കണ്ടപ്പോ പേടിച്ചു പോയ മൂസ നബി അലൈഹിസ്സലാം അവർക്ക് ഒഫീഷ്യലായി നൽകിയിട്ടുള്ള പ്രാർത്ഥന അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ ജെറൂസലേമിൽ നിന്ന് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നതിന്റെ മുൻപും പ്രാർത്ഥിച്ചിട്ടുണ്ട്. 950 വർഷക്കാലം പ്രബോധന ദൗത്യം നടത്തിയപ്പോഴും അനുയായികളുടെ ക്ഷാമം മൂലം നൂഹ് നബി അലൈഹിസ്സലാമും അവർക്കെതിരെ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അതേ സമയത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖ്തബിതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി, എനിക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള പ്രാർത്ഥനയെ ഞാൻ എന്റെ ഉമ്മത്തിനുള്ള ശഫാഅത്തിന് വേണ്ടി ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തങ്ങൾക്ക് ഇങ്ങനെ മാറ്റിവെക്കാൻ തോന്നിച്ച കാര്യം എന്താണ്? കാലേ കൂട്ടിയ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുത്തതുകൊണ്ടാണ്. റസൂലുള്ള പറഞ്ഞില്ലേ, ഇന്ന ഫിൽ ജസദി ലമുദ്അ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ആ അവയവം നന്നായാൽ ശരീരം മുഴുവനും നന്നായി പോയി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ആ അവയവം വടക്കായാലോ മോശപ്പെട്ടാലോ ശരീരം മുഴുവനും വടക്കായി പോയി. അലാ വഹിയൽ ഖൽബ്, അത് മനുഷ്യന്റെ ഹൃദയമാണ്. സൂക്ഷിക്കണേ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, മനസ്സെപ്പോഴും നന്നാവണം. പഠനത്തിന് വൈകല്യമുണ്ടാകുന്ന കുട്ടികൾക്ക് മശായിഖന്മാര് സാദാത്യങ്ങളെ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മന്ദിരിച്ചു കൊടുക്കാറുണ്ട്. അതെന്തിനാണത്? ഇൻശിറാഹു സുദറിനാണ്, ഹൃദയ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് തെറ്റാണ്, കുറ്റമാണ് ബോധ്യപ്പെട്ടിട്ടോ പ്രിയപ്പെട്ടവരോട് പിണങ്ങി നിൽക്കുന്ന കുടുസായ ഹൃദയമുള്ളവരുണ്ടോ? തെറ്റായ ചിന്തകളും തെറ്റിദ്ധാരണകളും വെച്ചിട്ട് മനസ്സ് ദുർബലപ്പെടുത്തിയവരുണ്ടോ? അറിയണേ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പാതിരാത്രികളിൽ എഴുന്നേറ്റുകൊണ്ട് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ
വല്ലാത്ത വികാരമല്ലേ തഹജ്ജുദ് നിസ്കാരത്തിന്. ആരുടെയും നിർബന്ധത്തിന് വഴിപ്പെട്ടിട്ടല്ല, മറ്റുള്ളവരെ കാണുമെന്നുള്ള പ്രതീക്ഷയില്ല. അതേ സമയത്ത് ഖാലിഖായ റബ്ബിനോടുള്ള അദമ്യമായ ഇഷ്ടം കൊണ്ട് എഴുന്നേറ്റതാണ്. എത്ര വൈകിയാലും നേരത്തെ എഴുന്നേൽക്കുന്നതിനൊരു മുടക്കം വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ഇഷ്ടത്തിന്റെ നിസ്കാരമായതുകൊണ്ടല്ലേ തഹജ്ജുദിന് അല്ലാഹ് എണ്ണം നിശ്ചയിച്ചിട്ടില്ലല്ലോ. തറാവീഹ് 20 റക്അത്താണ്, വിത്ർ 11ആണ്. അവ്വാബീനിന്റെ കമാലിയത്ത് 20 റക്അത്താണ്. അഖല്ല് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. ദുഹാ നിസ്കാരം കൂടിയാൽ 8 റക്അത്താണ്. റസൂലുള്ള നിസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടത് 6 റക്അത്താണ്. അഖല്ലിൽ നിന്ന് ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ചുരുങ്ങിയതിൽ ഏറ്റവും അഫ്ളൽ 4 റക്അത്താണ്. അതിനും നിനക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 2 റക്അത്തെങ്കിലും ദുഹാ നിസ്കരിക്കണമല്ലോ. ഇങ്ങനെ ഓരോ നിസ്കാരങ്ങളുടെയും എണ്ണം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തഹജ്ജുദിന്റെ എണ്ണം നിശ്ചയിച്ചിട്ടില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനോട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരിയോട് ഞാൻ സംസാരിക്കാമെന്നാൽ പിന്നെ സമയം പോയതറിയുന്നില്ലല്ലോ. മുഅ്മിനായ മനുഷ്യൻ ഖബറിലേക്ക് അവന്റെ മയ്യത്തെത്തിച്ചാൽ നംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോന്ന് പറയാറുണ്ടല്ലോ. ആദ്യ രാത്രിയിൽ ഉറക്ക് വന്നിട്ടുണ്ടോ പുതിയാപ്പിളമാരെ, കൂട്ടുകാരികളെ? ഉറക്കില്ലാത്ത ആനന്ദ തുന്തിരമായ രാത്രിയല്ലേ നമ്മൾ കഴിച്ചുകൂട്ടിയത്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് തഹജ്ജുദ്. അല്ലാഹുവോട് സംവദിക്കാൻ പറ്റിയിട്ടുള്ള അസ്സലാത്തു മുനാജാത്തുൽ അബ്ദി ലിറബ്ബിഹി, എന്റെ റബ്ബിനോട് സംവദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമായ നിസ്കാരം. ആ നിസ്കാരം തന്നെ പാതിരാത്രിയിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത സ്വകാര്യതയിലുള്ള നിസ്കാരത്തിന് നിനക്ക് ലദ്ദത്ത് കിട്ടിയിട്ടുണ്ടോ? നിനക്ക് ഇഷ്ടം കിട്ടിയിട്ടുണ്ടോ? ആ നിസ്കാരം നിർവഹിക്കുന്നവരാണോ നിങ്ങള്? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്നവരാണോ നിങ്ങള്? ദാനധർമ്മം ചെയ്യുന്നവരാണോ നിങ്ങള്? പക്ഷേ അതെല്ലാം സ്വീകരിക്കപ്പെടാതിരിക്കാൻ ഒരു കറ നിങ്ങളുടെ കൂടെ പുറപ്പായിട്ടുണ്ടെങ്കിൽ ബൈനഹു വ ബൈന അഖീഹി ശഹനാദ്, അവന്റെയും അവന്റെ സഹോദരന്റെയും ഇടയിൽ, അവളുടെയും അവളുടെ കൂട്ടുകാരിയുടെയും ഇടയിൽ വല്ല വെറുപ്പോ വിദ്വേഷമോ തെറ്റിദ്ധാരണയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹാജിയാരെ തഹജ്ജുദ് അല്ലാഹ് സ്വീകരിക്കൂല കേട്ടോ. ഉമ്മമാരെ, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തത് അല്ലാഹ് സ്വീകരിക്കൂല കേട്ടോ. 40 ഹജ്ജിന്റെ കണക്ക് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി പറയുന്നുണ്ടെങ്കിലും രക്തബന്ധത്തിനോട് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നിങ്ങളുടെ അമല് സ്വീകരിക്കൂല കേട്ടോ. അതുകൊണ്ട് ഈമാനോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിൽ നമുക്ക് ധാരാളം പാഠമുണ്ടല്ലോ. അത്രയും വിശാലമായ മനസ്സും വിശാലമായ സ്വഭാവവും അത്രയും നല്ല വിജയം കൈവരിച്ച നേതാവായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക, അവിടുത്തെ ഹൃദയത്തെ നമ്മൾ വിശാലമാക്കിയിട്ടുണ്ട്. എത്ര അക്രമം സഹിക്കേണ്ടി വന്നാലും, എത്ര ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്യണേ നബിയേ. മുൻഗാമികൾക്ക് ധാരാളം പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവര് ക്ഷമിച്ചതുപോലെ തങ്ങളും ക്ഷമിക്കണേ നബിയേ. ചെറിയ പ്രായത്തിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു തർബിയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പനെ തങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഉമ്മയുടെ സ്നേഹം വേണ്ടതുപോലെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. എന്താ കാരണം? അലം യജ്ദിക യതീമൻ ഫആവ,
ആവ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് പിടിച്ചു, അണച്ചു കൂട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഉമ്മയില്ലാത്ത ബാപ്പയില്ലാത്ത മുത്തുനബിക്ക് എല്ലാ തർബിയത്തും കൊടുക്കുന്നത് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു തആലയാണ്. ഒരു ബാപ്പയുടെ കൂടെ ജീവിച്ച മുത്തുനബിയാണെങ്കിൽ ശൈശവത്തിന്റെ, ബാല്യത്തിന്റെ, കൗമാരത്തിന്റെ വാത്സല്യങ്ങൾ വ്യത്യസ്തമായി അനുഭവിക്കുന്ന മുത്തുനബി തങ്ങൾക്ക് ഇസ്ലാമിന്റെ എല്ലാ റൂൾസുകളോടും പൊരുത്തപ്പെടാൻ സാധിക്കണമെന്നില്ല. ഒരു ഉമ്മയുടെ സ്നേഹം വേണ്ടതുപോലെ ആസ്വദിച്ചിട്ടാണ് തങ്ങൾ വളർന്നതെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിനോടും ആ ദീനിനോട് കാണിക്കേണ്ട നീതിയോടും ചിലപ്പോൾ പൊരുത്തപ്പെടാൻ തങ്ങൾക്ക് പറ്റണം എന്നില്ല. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള തർബിയത്ത് മുഴുവനും അല്ലാഹു തആല കൊടുക്കുന്നത്. തങ്ങളുടെ പേരിന് തന്നെ അല്ലാഹു തആല വലിയ മഹത്വം കൊടുത്തില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്തിന്റെ സമയം, അവിടെ നിന്ന് ജനിക്കുന്ന സമയം, വേദഗ്രന്ഥങ്ങളിലെല്ലാം പറയപ്പെട്ട അന്ത്യപ്രവാചകൻ വരുന്നുണ്ട്, മുഹമ്മദ് എന്നാണ് പേര്. ആ കാലഘട്ടത്തിലുള്ള 20ഓളം ഉമ്മമാര് പ്രസവിക്കപ്പെട്ട, റസൂലുള്ളാഹിന്റെ സമകാലികന്മാരായി പ്രസവിക്കപ്പെട്ട 20ഓളം കുട്ടികൾക്ക് പേരിട്ടു മുഹമ്മദ്. എന്തിനു വേണ്ടിയിട്ട്? എന്റെ കുട്ടി ആ പ്രവാചകനാണ് എന്ന് ആഗ്രഹിച്ചു. തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലൊക്കെ പറയപ്പെട്ടു തങ്ങളുടെ ആഗമനത്തെ കുറിച്ച്, അവിടുത്തെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കാലേ കൂട്ടി പ്രവചനം നടത്തപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്താബ്ദം 571 വർഷം റബീഉൽ അവ്വലിൽ ആനക്കലഹ വർഷം, ആനക്കലഹ സംഭവം നടന്നിട്ട് 80 ദിവസം പൂർത്തിയാകുമ്പോഴേക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്നു. ആ പ്രസവത്തിന്റെ സമയത്തെ കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ലാഹ് വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആരാധിക്കാൻ കൺകണ്ട ദൈവങ്ങളിലേക്ക് ആരാധന നടത്തുന്നവരുണ്ട്. ആ കാലഘട്ടങ്ങളിൽ വെള്ളത്തിനെ, തീക്കുണ്ടാരങ്ങളെ, കല്ലുകളെ, മരങ്ങളെ, മറ്റുള്ള വസ്തുക്കളെ ആരാധ്യന്മാരായി കണ്ടുപോയിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ തങ്ങൾ പ്രബോധനം തുടങ്ങിയിട്ടില്ല. അവിടുത്തെ ആഗമനം വരുമ്പോഴേക്ക് തന്നെ അവരുടെ ആരാധ്യ വസ്തുക്കളെല്ലാം നശിച്ചു പോവുകയാണ്. വന്നാറു ഹാമിദത്തുൽ അൻഫാസി മിൻ നസഫി അലൈഹി വന്നഹരി സാഹിൽ ഐനി മിൻ സദമി. ആരാധിച്ചിരുന്ന തീക്കുണ്ടാരങ്ങൾ മുഴുവനും ശമിച്ചു പോകുന്നു. ആരാധിച്ചിരുന്ന തടാകങ്ങളിലെ വെള്ളം വറ്റിപ്പോകുന്നു. ലോകത്തിന്റെ നെറുകയിലേക്ക് അല്ലാഹുവിന്റെ കൃത്യമായ തീരുമാനപ്രകാരം ആഗമനം കുറിക്കുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിസിക്കലായിട്ട് ഈ ലോകത്തിലേക്ക് വരുന്നതിന്റെ മുൻപ് തന്നെ എന്തെല്ലാമാണ് അത്ഭുതങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ ശിഫാ ബീവി റളിയല്ലാഹു അൻഹാ ആമിന ബീവിക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകാൻ കൂടെ നിൽക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ 12ന്റെ സുബ്ഹിയോടടുത്ത സമയത്ത് ഒരു കുഞ്ഞൻ ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് വരുന്ന സമയം ഒന്നുകൂടെ ഞാൻ കൂട്ടി പറയുകയാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ 16 മക്കളിൽ ഏറ്റവും സ്നേഹമുള്ള മകനായിരുന്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ഇഷ്ടമാണ് അബ്ദുൽ മുത്തലിബിന്. ഖുസാഅ ഗോത്രം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങള് ഒരു കാലഘട്ടത്തിൽ മക്കയുടെ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന സ്വർണത്തിനാൽ നിർമ്മിക്കപ്പെട്ട ചില ഉരുപ്പിടികൾ ഉണ്ടായിരുന്നു. അത് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ, ആക്രമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരിൽ പ്രമുഖനാണ് ഖുസയ്യ്. റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പമാരെ കുറിച്ച് അറിയില്ല, നമുക്ക് അറിയോ? ജുനൈദോ
മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ സാധാരണ കുട്ടികളോട് ചോദിച്ചാൽ ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരെ പേര് വെച്ചാൽ കിട്ടുമോ? വളരെ ദുർലഭമാണ്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. വൃത്തിക്ക് ആമീൻ പറഞ്ഞിട്ടാ, ആമീൻ പറഞ്ഞൊരു കുറവ് വരുത്തണ്ട. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖുർആനിൽ പറയപ്പെട്ട 10ഓളം മലക്കുകളുടെ പേര് പറയാൻ പറ്റുമോ ചോദിച്ചാൽ അതും സംശയമാണ്. ഞാൻ ഈ അടുത്തൊരു കുട്ടിനോട് രസകരമായിട്ട് ചോദിച്ചു, ഖുർആനിൽ പറയപ്പെട്ട 10 മലക്കുകളുടെ പേര്. ആ കുട്ടി പറഞ്ഞു, ഫസ്റ്റ് തന്നെ മുൻകർണക്കിയുടെ പേരാ പറഞ്ഞു. അത് ബേജാറൊക്കെ ജീവിക്കുന്നതിന് മുമ്പ് തന്നെ മരിപ്പിച്ചിട്ടുള്ള പേരൊക്കെ പറഞ്ഞ് ബേജാറാ പോലും. മുൻകർ നക്കീർ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം, ഇസ്രായേൽ അലൈഹിസ്സലാം, ഫലസ്തീൻ അലൈഹിസ്സലാം. അപ്പൊ നേരെ പോയിട്ട് ഇസ്രാബി എന്ന് പറഞ്ഞ അവിടെ പോയി ഇസ്രായേലിലേക്ക് പോയി. പിന്നെ ഇസ്രായേലിലേക്ക് വന്നാലും ഫലസ്തീനിലേക്ക് പോയി പേര് മാറിപ്പോയി. കൃത്യമായിട്ട് മലക്കുകളുടെ പേരറിയുന്ന ഖുർആനിൽ പറയപ്പെട്ട എല്ലാ പ്രവാചകന്മാരുടെ പേര് നമുക്ക് കിട്ടുകയും ചെയ്യില്ല. ദാനിയായിൽ അലൈഹിസ്സലാം എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, കേട്ടിരുന്നത് ഇപ്പൊ കേട്ടില്ല. ദാനിയായിൽ അലൈഹിസ്സലാം, അർമിയ അലൈഹിസ്സലാം, ഇവരൊക്കെ പ്രവാചകന്മാർപ്പെട്ട ആളുകളാണ്. അവരെ പേരൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഖുർആനിൽ പറയപ്പെട്ട ആദം നബി നമ്മുടെ ഉപ്പാപ്പയാണ്, ഷീസ് നബി ഓരോ മോനാണ്, ഇദ്രീസ് നബി ശേഷം വന്ന പ്രവാചകനാണ്, നൂഹ് നബി അലൈഹിസ്സലാം 1050 വർഷത്തോളം ജീവിച്ച ഷൈഖുൽ അംബിയ ആണ്. അങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കണം. ഇനി അടുത്ത വയത് എന്താണ്? അടുത്ത വയതിനെ അറിയാം. ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരെ കുറിച്ച് ഓരോ ദിവസം ഓരോ വയത് ഓർക്കുക. പഠിക്കട്ടെ, ജനങ്ങൾ പഠിക്കട്ടെ. അതിന് ഇതൊന്നും വേണ്ടട്ടോ. പള്ളിയിലുള്ള നമ്മൾ സ്ഥാനം ഉപയോഗപ്പെടുത്തുക. നല്ല സംസാരം അള്ള ഒട്ടത്തൊക്കെ അവരെ ഉപയോഗപ്പെടുത്തിയാൽ മതി. എന്നിട്ട് ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകൻ നമ്മളൊക്കെ പഠിക്കണ്ടേ. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ ബാപ്പ അബ്ദുല്ല റളിയല്ലാഹു അൻഹു, ഓർപ്പ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു. അങ്ങനെ പേരിങ്ങനെ പറഞ്ഞു അവസാനം എടുത്തു സയ്യിദുന ഇസ്മാഈൽ അലൈഹിസ്സലാം. അവിടെ ആ പേര് പഠിക്കണം. ഖുസൈ എന്ന് പറയുന്ന ഉപ്പാപ്പയുണ്ട് മുത്തലിബ് തങ്ങൾക്ക്. അപ്പൊ ഖുസൈ എന്ത് ചെയ്തു? ഖുസാ ഗോത്രക്കാരി അക്രമത്തിലൂടെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവിടെ ഉണ്ടാകും ഉരുപ്പടികൾ മുഴുവൻ എടുത്തിട്ട് സംസം കുടിക്കണം. വെള്ളവും കിട്ടുന്നില്ല, ഉരുപ്പടി കാണാനില്ല. വർഷങ്ങൾ കഴിഞ്ഞു. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു ചൊല്ലിക്കോട്ടെ. റസൂലുള്ളാഹിന്റെ പാപ്പയാണ്, നമ്മളെ അപ്പയൊന്നല്ലല്ലോ. വൃത്തിയിൽ ചൊല്ലിക്കോട്ടെ. അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗത്തിൽ കാണാൻ തൗഫീഖ് തരട്ടെ. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണും, ഈ ഉരുപ്പിടികൾ വെളിയിലേക്ക് എടുക്കണം. അതിന് ആദ്യം എന്ത് വേണം? സംസം കിടന്ന് കണ്ടെത്തണം. ഇത് എവിടെയാണെന്ന് അറിയില്ല. സ്വപ്നത്തിൽ ദർശിക്കപ്പെട്ട സ്ഥലം പോയി നോക്കി, കണ്ട അടയാളങ്ങൾ അവിടെയാണ്. അതിങ്ങനെ കുഴിക്കുന്ന സമയത്ത് മക്കാമ ശരിക്കും പറഞ്ഞു, എന്ത് വിഡിത്തമാണ് നീ ചെയ്യുന്നത് അബ്ദുൽ മുത്തലിബേ? ഇവിടെ നിന്ന് കുഴിച്ചാൽ സംസം കിടന്ന് കാണുമല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് കൂടിപ്പോയതല്ലേ. പക്ഷെ ഞാൻ കണ്ടെത്തും. അപ്പോ മക്കാരായ ആളുകൾക്ക് അതൊരു സ്വഭാവമുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്, ഉദ്ദേശിക്കപ്പെട്ട കാര്യം സാധിക്കാൻ വേണ്ടി അവർ നെറുക്കിടും. അതല്ലെങ്കിൽ എന്തായി പറയാ, നെറുക്കിടലല്ല, നെറുക്കിട്ടാ പിന്നെ ഇങ്ങനെ നെറുക്കിടല്ലേ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു വാക്ക് പറയും. എങ്ങനെ വാക്ക് പറയാ? അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, ഈ സംസം കിണർ കുഴിച്ചിട്ട് എനിക്ക് ആ സംസം കിണർ കുഴിച്ചിട്ട് വെള്ളം കണ്ടെത്താനും സ്വർണത്തിന്റെ ഉരുപ്പിടികൾ കണ്ടെത്താനും കഴിഞ്ഞാൽ എന്റെ 10 ആൺകുട്ടികളിൽ ഒരാളെ ഞാൻ ബലിയർപ്പിക്കുമെന്ന് ശപഥം ചെയ്തു. കുഴിച്ചോക്കുമ്പോഴത്തേക്ക് വെള്ളവും കണ്ടു, ഉരുപ്പിടിയും കിട്ടി. ഇനിയിപ്പോ കുട്ടിയെ ഇറക്കണ്ടേ? ആരെ ഇറക്കുക? അബ്ബാസ് തങ്ങളെ ഇറക്കുക, ഹംസ തങ്ങളെ ഇറക്കുക, അതല്ലെങ്കിൽ അബ്ദുള്ളനെ ഇറക്കുക. ആരെ ഇറക്കുക? നെറുക്കിട്ട് നോക്കുമ്പോഴേക്ക് അബ്ദുള്ളക്ക് നിർത്തി വീണു. എന്ത് ചെയ്യും? അബ്ദുള്ളയാണെങ്കിൽ അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുമോനാണ്. അങ്ങനെ ഇറക്കാൻ തീരുമാനിച്ചു. നേതാവാണല്ലോ അബ്ദുൽ മുത്തലിബ്, മക്കാരുടെ നേതാവാണ്. ഒരു കാര്യം ശപഥം ചെയ്താൽ നടത്തിയിരിക്കണം, അല്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാവും. ചില ആൾക്കാരുണ്ടോ സദസ്സിൽ വെച്ചിട്ട് എന്റെ വക 10,000 മതി, പിന്നെ ഭാഗത്ത് അഡ്രസ് ഉണ്ടാവില്ല. അങ്ങനെ വയനാട് വയനാടൻ പോയപ്പോ അവിടെ സാന്ത്വന സെന്ററിന് വിൽപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വലാത്തൊക്കെ ചെല്ലി എല്ലാവരും മുന്നോട്ടൊക്കെ വന്നത് സ്വലാത്തും മുതലൊക്കെ ചെല്ലിയ ദ്വാരക്കാണ്. അപ്പൊ ഇടയിൽ ഞാൻ പറഞ്ഞു, ഒരു 10,000 രൂപ കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ?
ഈ മുന്നിലുള്ള ആളുകൾ കൈവദിക്കുന്നതിന് മുമ്പായിട്ട് പുറകിൽ അങ്ങേ തരത്തിലുള്ള ഒരു സാധു ഇരിക്കണം. കാലം കയറ്റി വെച്ചിട്ട് സ്വരാതൊന്നും ചെല്ലുന്നില്ല. എനക്ക് എന്ത് വെച്ചാൽ മുത്തക്കബീറാണോ തോന്നിപ്പോയി, ഇവരാണോ തോന്നിപ്പോയി. അയാള് 10,000. ഞാൻ മുപ്പക്ക് ഹിദായത്തിന് വേണ്ടി ബർക്കത്തിലേക്ക് വരുന്നിട്ടാ പേര് വെച്ചപ്പോഴത്തേക്ക് ആള് ചോർച്ചാണ്. മൂപ്പര് ഇങ്ങനെ കണ്ടുപിടിച്ച് പോകുന്ന സമയത്ത് ആൾക്കൂട്ടം കണ്ടപ്പോൾ കയറിയതാണ്. ഷല്ലാന്റെ മഹതായ ഫضല് കൊണ്ട് മൂപ്പർ അവിടെ തന്നെ 10,000 കൊടുത്തോണ്ട് നമ്മൾ സലാമത്തായി. അതിനെ കുടിക്ക് പോവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരാവേശപ്പുറത്തൊക്കെ ചിലപ്പോ നമ്മൾ പറഞ്ഞു ബാധ്യതയാവും ചിലപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വാഗ്ദത്തം അത് ലംഘിക്കാൻ പാടില്ല. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞു, മോനെ നിന്നെ അറക്കാനാണ് ഇപ്പൊ തീരുമാനമായത്. ആയിക്കോട്ടെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നമ്മളാരും പറയുന്നത് കത്തിയത്തിന്റെ വാക്യം കാണിച്ചാലെന്ന് പറയും. അബ്ദുള്ള റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. പക്ഷെ ജനങ്ങൾ ഇത് അറിഞ്ഞപ്പോ എല്ലാവർക്കും വിഷമായി. കാരണം മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അതിന്റെ കാരണം ശേഷം വരുന്നുണ്ട്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ അറക്കാൻ തീരുമാനിച്ചപ്പോ അൽ ബിദായത്തു വന്നിഹായ വളരെ ക്ലിയർ ആയിട്ട് ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ജനങ്ങൾ പറഞ്ഞു, ഏതായാലും തീരുമാനമെടുത്തില്ലേ, നമുക്ക് നാട്ടിൽ ഒരു പുരോഹിതൻ മൂപ്പരെ കണ്ട് സംസാരിച്ചു. എന്നിട്ട് മൂപ്പരുടെ അഭിപ്രായം കൂടെ തേടാം. മൂപ്പര് പറഞ്ഞു, നിങ്ങൾ ഇന്ന് തിരിച്ചു പോകണം, നാളെ രാവിലെ അപ്പോഴേക്ക് നമുക്ക് തേടുന്ന തീരുമാനം ഉണ്ടാക്കാമെന്ന്. ചില കോടതിയിലൊക്കെ പോയാൽ നിങ്ങൾ കോടതി പോയിനാ ഓർത്ത തങ്ങളെ അള്ളാഹു തആല കാക്കട്ടെ. കോടതി പോകുന്ന വെച്ചാൽ ഇത്തിക്കാഫിന് കൂലിക്കുന്ന സ്ഥലമൊന്നുമല്ലല്ലോ. മുസീബത്ത് കൊണ്ടല്ലേ കോടതിയിലേക്ക് പോക്കുണ്ടാവുള്ളൂ. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. കോടതി പോയാലും 2 വക്കീലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചിട്ട് അവസാനം ജഡ്ജിക്കൊന്ന് തിരിയാണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു സംഭവമാണ് അല്പനേരത്തേക്ക് കോടതി പിരിച്ചുവിടുന്നു. എന്നിട്ട് മൂപ്പർ അപ്പുറം മുറിവ് പോയിട്ട് കട്ടൻ ചായ കുടിച്ച് കൂലങ്കശമായി ആലോചിക്കും, എന്താണ് ഇറ്റക്ക് പറഞ്ഞു കൊടുക്കുക. ആ ആലോചനയിൽ കിട്ടുന്ന ഒരു വിധിയാണ് രണ്ടാമതായിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് മൂപ്പർക്ക് പോലെ ജിബിയിലായിട്ട് വയ്യെന്ന് പറഞ്ഞു കൊടുക്കാനില്ലല്ലോ. ആ കട്ടൻ ചായ കുടിച്ച ബാബു സെറ്റപ്പിൽ വന്നിട്ട് ഒരു വിധി പറയും. അതാണ് അന്നത്തെ തീരുമാനം. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. എന്തിന് കോടതി കയറാണ്ടിട്ട് ആമീൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. എന്തിനാ ആമീൻ പറഞ്ഞത്? ഇങ്ങനൊക്കെ ഒരാൾ ദ്വാരക്ക പഠിച്ചവനെ മൂപ്പർക്ക് ഹൈറും പറക്കത്ത് കൊടുക്കണം. നോക്കുമ്പോഴത്തേക്ക് ആൾ ആംബുലൻസിന്റെ ഡ്രൈവറാണ്. മൂപ്പർക്ക് പറക്കത്ത് കൊടുത്താൽ പിന്നെ അവസ്ഥ എന്തേക്കാരം. നമ്മൾ ആമീൻ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, പിറ്റേ ദിവസം പോകാൻ വേണ്ടി പറഞ്ഞു. പിറ്റേ ദിവസം ആൾക്കൂട്ടങ്ങളുമായിട്ട് പോയി. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് പുരോഹിതൻ പറഞ്ഞു, അബ്ദുൽ മുത്തലിബേ, നിങ്ങൾ ഒരു ഭാഗത്ത് അബ്ദുള്ളനെ വെക്കുക, ഇപ്പുറത്ത് 10 ഒട്ടകം വെക്കുക. എന്നിട്ട് നെറുക്കിടുമ്പോ എപ്പോഴാണോ അബ്ദുള്ളക്ക് നെറുക്കി വീഴുന്നത് അതുവരെ നിങ്ങൾ നെറുക്കിട്ടോണ്ടിരിക്കണം. ആദ്യം നെറുക്കിട്ടു അബ്ദുള്ളയിൽ നിന്ന് നെറുക്ക് മാറി ഒട്ടകത്തിലേക്ക് നെറുക്ക് വീണാൽ നെറുക്ക് നിർത്താം. അബ്ദുള്ളക്ക് നെറുക്ക് വീണാൽ വീണ്ടും നെറുക്ക് വേണം. അങ്ങനെ ഷർത്ത്. 9 തവണ നെറുക്കിട്ടപ്പോഴും അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മേൽക്കാണ് നെറുക്ക് വീഴുന്നത്. 10ാമത്തെ തവണ നെറുക്കിട്ടപ്പോ ഒട്ടകങ്ങളുടെ മേലിൽ നെറുക്ക് വീണുപോയി. പുരോഹിതൻ പറഞ്ഞതുപോലെ 10 ഒട്ടകങ്ങളെ ആദ്യം ഒരു തവണ വെച്ചു. അങ്ങനെ 10 തവണ വെച്ച 100 ഒട്ടകങ്ങൾ അവിടെയുണ്ട്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ വേണ്ടി 100 ഒട്ടകങ്ങളെ ബലിയർപ്പണം നടത്തിയിട്ട് മക്കയിലുള്ള ജനങ്ങൾക്ക് മുഴുവനും മാംസം വിതരണം ചെയ്തു. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ അറക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പിന്തിരിയുകയാണ്. പിന്നെ അവർക്കിടയിൽ നല്ല സന്തോഷമുള്ള ജീവിതമാണ്. നല്ല കച്ചവട പാരമ്പര്യമുള്ള നാടാണ് മക്കക്കാര്. ആ മക്കക്കാരായ ആളുകൾ കച്ചവടത്തിന് പോവാറുണ്ട്. പലപ്പോഴും ബാപ്പന്റെ കൂടെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോകാറുണ്ട്. ഒരു ദിവസം ബാപ്പ പറഞ്ഞു, മോനെ നമുക്കൊരിടം വരെ പോകാനുണ്ട്. എവിടത്തേക്കാണ് പോകുന്നത്? ബനൂ തൈം ഗോത്രക്കാരാകുന്ന ആമിന ബീവിയുടെ വീട്ടിലേക്കാ പോകുന്നത്. നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പോകുന്ന വഴിവക്കിൽ വെച്ച് മുന്നിൽ നടക്കുന്ന ബാപ്പ, പിറകിൽ നടക്കുന്ന മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ഞാൻ ഈ റസൂലുള്ളാഹിന്റെ ചരിത്രം പറയുമ്പോൾ ചിലത് നിങ്ങൾ കേട്ടതായിരിക്കാം, അതല്ലെങ്കിൽ പുതുതായിരിക്കാം. പറയുന്ന വിഷയത്തിൽ പാഠമുണ്ടോ? അത് ഉൾക്കൊള്ളണേ പ്രിയപ്പെട്ടവരെ.
ബാപ്പാന്റെ മുന്നേ നമ്മൾ നടക്കരുത്. ഉമ്മാനോട് നമ്മുടെക്കാൾ ഉമ്മാന്റെ ശബ്ദത്തിനേക്കാൾ ശബ്ദമുയർത്തരുത്. ഉസ്താദിന്റെ മുന്നേ നടക്കാൻ പാടില്ല. നിങ്ങൾ പള്ളിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയേക്കാം, പക്ഷെ പള്ളിയിലുള്ള ഇമാമിനേക്കാൾ നിങ്ങൾക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മുന്നേ നിങ്ങൾ നടക്കരുത്. അതുപോലെ തന്നെ ബാപ്പനേക്കാളും ഉമ്മനേക്കാളും, അതല്ലെങ്കിൽ ബാപ്പന്റെ ബാപ്പ ഉമ്മന്റെ ഉമ്മ, അവരോടുള്ള ബഹുമാനം ആദരവ് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയം ഉമ്മു ഖിനാൻ എന്ന് പറയുന്ന ഒരു സഹോദരി, കാണാൻ നല്ല സുന്ദരിയാണ്, മക്കൾക്കാർക്കിടയിൽ നല്ല പ്രശസ്തിയുള്ള പെണ്ണാണ്, ഒരു ആളുകൾക്കിടയിൽ മോശമായിട്ടുള്ള പേരില്ലാത്ത ഒരാളാണ്. ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയം ഉമ്മു ഖിനാൻ വന്നിട്ട് വിളിക്കുന്നു, അല്ല അബ്ദുള്ള, ഇന്നത്തെ രാത്രി എന്റെ കൂടെയൊന്ന് കിടപ്പറ പങ്കിടാൻ വരുമോ? പറയാൻ ഈ ഉമ്മു ഖിനാൻ എന്ന് പറയുന്ന പെണ്ണ് അഭിസാരിയായ വ്യഭിചാരിയായ പെണ്ണല്ല. പക്ഷേ അവർക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്തിന്റെ അന്ത്യപ്രവാചകനായി വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് എന്ന പേരുള്ള ആളാണ്. ഖുറൈശി തറവാട്ടുകാരനാണെന്നറിയാം. ഈ ഖുറൈശി തറവാട്ടിൽ അബ്ദുള്ളയോളം കാണാൻ സുന്ദരനായ, അബ്ദുള്ളയോളം സൂക്ഷ്മതയും അതോടൊപ്പം കുലീനതയുമുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ ആ കാലഘട്ടത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, ഒന്ന് കിടപ്പറ പങ്കിടുമോ? ഒന്നെന്റെ ഗർഭത്തിൽ നിന്നിലൂടെ ഒരു കുഞ്ഞിന് ജന്മം തരാൻ, അതല്ലെങ്കിൽ ഒരു കുട്ടിയെ പോറ്റാൻ എനിക്ക് അർഹതയുണ്ടാക്കി തരുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ബാപ്പ ആധികാരികമായിട്ട് ഒരു ആത്മീയ പർണശാലയില്ലാത്ത, ആത്മീയ നേതൃത്വമില്ലാത്ത, പ്രവാചകന്മാരുടെ സാന്നിധ്യമില്ലാത്ത കാലഘട്ടത്തിൽ പറയുന്നത്, ഞാൻ നിന്റെ കൂടെ പഠിച്ച വഴിക്കില്ല, ഞാൻ എന്റെ ബാപ്പന്റെ കൂടെ പോകുന്നു, ആമിന ബീവിയെ കല്യാണം കഴിക്കുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും 18 ദിവസത്തോളം ബനൂ തൈം ഗോത്രക്കാരുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അടുത്ത കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള വിളി വന്നു. അബ്ദുള്ള റളിയല്ലാഹു അൻഹു തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയം നേരത്തെ കണ്ട സ്ഥലത്ത് വെച്ചിട്ട് അതേ ഉമ്മു ഖിനാൻ ചോദിക്കുന്നുണ്ട്, അല്ല അബ്ദുള്ള, അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കാണാൻ നല്ല മുഞ്ചുണ്ടായിരുന്നല്ലോ, കാണാൻ നല്ല അഴകുണ്ടായിരുന്നല്ലോ, ആ അഴകിനെയും പ്രകാശത്തിനെയും എവിടെയാണ് നീ ചുരത്തിക്കൊടുത്തത്? ആ പ്രകാശമാണ് കുത്തുനൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദം അലൈഹിസ്സലാം ബിഅൽഫി ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ സംവത്സരങ്ങൾക്ക് മുൻപ് അതേ ആദം നബി ബൈന ത്വീനി വൽ മാ, വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഇടയിൽ നിർമ്മാണം നടക്കുന്നതിന്റെ മുൻപ് തന്നെ അവിടത്തെ നൂറിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആദം നബിയുടെ മുതുകിലൂടെ, നൂഹ് നബിയിലൂടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ ആ പരമ്പര കടന്നു വന്നിട്ട് ഇന്നിപ്പോ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിലൂടെ സന്നിവിശേഷിപ്പിച്ച പ്രകാശമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിയെ കുറിച്ച് തർബീയത്ത് എത്രത്തോളം വലുതാണ്. അവിടുന്ന് വരേണ്ട എല്ലാ മാർഗങ്ങളെയും അല്ലാഹു തആല സ്ഫുടം ചെയ്തെടുത്തില്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, ഹാജറ എന്നുള്ള പറയുന്നത് ഹാജർ എന്ന് പറയുന്നത്, ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും ചെറിയ കൊച്ചുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും തനിച്ചാക്കിയിട്ട് ഹിജറ പോകുന്ന സമയത്ത് പലതവണ ചോദിക്കുന്നുണ്ട്, എവിടത്തേക്കാ പോണത്? നിങ്ങളെ തനിച്ചാക്കിയിട്ട് പോവാണോ? കണ്ടമിടർന്ന വേദനയോടെ തിരിച്ചങ്ങോട്ടേക്ക് എന്തെങ്കിലും സംസാരിച്ചാൽ എന്റെ പ്രിയതമയുടെ മനസ്സും അവരുടെ വേദനയും കണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയത്വം കൽപ്പിക്കാതെ മടിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാൻ നടന്നു. മൂന്നാമത് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, നിങ്ങൾ ഈ പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇബ്രാഹിമെ? ഞാൻ അതെ, എങ്കിൽ പേടിയില്ല, നിങ്ങൾ പോയിക്കോളൂ, അള്ളാഹു തആല ഞങ്ങൾ വെറുതെ ആക്കൂല. വർഷങ്ങൾ കഴിഞ്ഞു ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്യാണം കഴിഞ്ഞു.
കടയിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ടെങ്കിലും ഇതിലേക്ക് നമ്മൾ പോവല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറ്റൊരു തവണ വരുന്നുണ്ട്. ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ വീട്ടിലേക്ക് എത്തുന്ന സമയം ആ വീട്ടുകാരിയുടെ സ്വീകരണവും അവരുടെ സ്വഭാവവും കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, സ്വാഹിബുദ്ദാർ വന്നാൽ പറയണം വീട്ടിന്റെ വാതിൽ കട്ടിൽ മാറ്റണം. ഞാൻ 2 ദിവസമായി ഇവിടുത്തെ ഭക്ഷണം കഴിക്കണം. അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ അശ്റഫല്ലേ ആജിയാണോ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഫ്ലൈറ്റിക്കാരൻ പേടിയൊന്നുമില്ലല്ലോ. ഞാനേ ഈ റമദാന്റെ മുമ്പ് കോഴിക്കോട് അത്തോളി ഭാഗത്ത് ഒരു പരിപാടിക്ക് കൊണ്ടുപോയി. അപ്പോ ഒരു സാധു മനുഷ്യൻ, അതിന്റെ പ്രസിഡന്റ്, സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ വീടൊക്കെ വലിയ വീട്. ആ വീട്ടിലേക്ക് സാധുവായി അന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി. അപ്പൊ എന്നോട് അടുത്ത ഉസ്താദ് പറഞ്ഞു, ഞങ്ങളൊന്ന് ഇവിടെ ഉപദേശിക്കണം. ഞാൻ കരുതി പള്ളിയിലെ പ്രസിഡന്റ് നിസ്കാരം നെല്ലോളി എന്ന് കരുതി പോയി. നോക്കുമ്പോഴേക്ക് ഒക്കെ റെഡിയാണ്, പക്ഷെ ഹജ്ജിന് പോകുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ ആചാരം ഹജ്ജിന് പോകാത്തത്? ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. തമാശ പറയല്ലോ കേട്ടോ, റിയലിസ്റ്റിക് ആയിട്ട് പറയാൻ. ആ സാധുവിന് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. കോടാനക്കോടിയുടെ ആസ്തിയുണ്ട്, ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇട്ട് പേടി. അപ്പൊ മൂപ്പര് പഠിച്ചെന്താ അറിയോ? വഴിയാലും തടിയാലും മുതലാലും നിർഭയത്വമുള്ള കഴിവുള്ള ആളുകളാണ് പോകേണ്ടത്. മൂപ്പർക്ക് പോകുന്ന വിഷയത്തിൽ കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ വിട്ടുവീഴ്ചയുണ്ട് കരുതിയിട്ട് സാധ്യത ചെയ്തിട്ടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹജ്ജിന് പോകണം. നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഹജ്ജിന് പോകാൻ വേണ്ടി ഏകദേശം റെഡിയായി. പക്ഷേ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് യാത്രക്ക് ചെറിയ തടസ്സമുണ്ട്. പടച്ചോനെ ആ കൂട്ടുകാരനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, പരിപൂർണമായ സുഹത്ത് കൊടുക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ പടച്ചോനെ. കീറുമുറിക്കുന്ന രോഗത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സൗരവിഹാരത്തിന് മുടക്കാകുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. അല്ലാഹു സലാമത്താക്കട്ടെ. അപ്പൊ അഷ്റഫ്ക്കാർക്ക് ഹജ്ജിന് പോകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മളെ ജുനൈദിന് അജീബിന് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വാതിൽ കട്ടിൽ മാറ്റണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീട്ടുകാരിയോട് പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം വൈകുന്നേരം വന്നപ്പോ ഭാര്യ പറഞ്ഞു, ഇന്ന് രൂപമുള്ള ഒരാൾ വന്നിരുന്നു, വാതിൽ കട്ടിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ കൊല്ലത്തുക്കി ഞാൻ നിന്നെ ത്വലാഖ് ചെയ്തു. വാതിൽ കട്ടിൽ മാറ്റാൻ ഉദ്ദേശം ആ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാന്നുള്ളതാണ്. എന്തേ കാരണം? ഈ പെണ്ണിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ഒരു കുട്ടി ഉണ്ടാക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് വരുന്ന ത്വരീഖാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമും അവര് കല്യാണം കഴിക്കുന്ന ഭാര്യയും. ആ വഴികളെല്ലാം സാർത്ഥകമായ വഴികളാണ്. ന്യൂനതയില്ലാത്ത വഴികളിലൂടെയാകണം തങ്ങളുടെ നൂറ് വരേണ്ടത്. രണ്ടാമത് വേറെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തിലുള്ള കുട്ടിയുണ്ടായി. ആ കുട്ടികളുടെ പരമ്പര വന്നെത്തുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നിലക്കും തങ്ങളുടെ വഴികൾ അല്ലാഹു തആല നന്നാക്കിയെടുത്തു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജനിച്ചപ്പോൾ ലോകത്തുള്ള സകല ജനങ്ങൾക്കും സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടിയിട്ടുള്ള ധാരാളം ഉമ്മമാരുണ്ട്. ആമിന ബീവി മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്, ഹലീമത്തു സഅദിയ ബീവി കൊടുത്തിട്ടുണ്ട്, സുവൈബത്തുൽ അസ്ലമിയ ബീവി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ഉമ്മമാരും റസൂലുള്ളാഹിക്ക് മുലപ്പാൽ കൊടുത്തിട്ടുണ്ട്. 2 വർഷം വരെ ആദ്യഘട്ടത്തിൽ ഹലീമ ബീവിയുടെ വീട്ടിൽ മുത്തായ തങ്ങൾ താമസിച്ചിട്ടുണ്ട്. കരാർ പ്രകാരം 2 വർഷം മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ. വീണ്ടും അത് മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ആമിന ബീവിയുടെ നിർബന്ധ പ്രകാരം തിരിച്ച് വീണ്ടും ഹലീമ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. 4 വയസ്സ് പൂർത്തിയായപ്പോൾ തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. മക്കയിലെത്തിയപ്പോൾ ഹലീമ ബീവിയുടെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞൻ മക്കയുടെ കവാടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരശരീരി പോലെ കേൾക്കുന്നു, യാ ബത്ഹാ മക്ക. ആ മക്ക
മക്കയുടെ മരുപ്പറമ്പ് മുഴുവനും ഒരു ശരീരിയുടെ ശബ്ദം കൊണ്ട് പ്രതിഫലിക്കുകയാണ്. ഈ മക്കയിലേക്ക് അല്ലാഹുവിന്റെ പരിപൂർണമായ ദീനിന്റെ വാതായനങ്ങൾ തുറപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ആഗമനത്തെ കുറിച്ചുള്ള മെസ്സേജാണ് വന്നത്. എവിടെന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്? കുട്ടിയെ നിലത്തവിടെ ഇരുത്തിയിട്ട് ഹലീമ സാദിയ ബീവി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞങ്ങ് നടന്നു. ആരെയും കാണുന്നില്ല. ആൾക്കൂട്ടങ്ങളുണ്ട്, പക്ഷേ ശബ്ദം കേട്ട ഭാഗത്ത് ആരെയും കാണുന്നില്ല. തിരിച്ചു വന്നു നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് 4 വയസ്സുള്ള കുഞ്ഞുമോനാണ്. തങ്ങളെ കാണാതായപ്പോ ഹലീമ ബീവി കരയുകയാണ്. എന്റെ കുട്ടി എവിടെ, കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നു. മക്ക അന്നും ഒരു ബിസിനസ് ഹബ്ബാണ്. കച്ചവടക്കാര് വന്നു പോകുന്ന നാടാണ്. പ്രാർത്ഥനയ്ക്ക് എത്തുന്ന നാടുമാണ്. ആൾക്കൂട്ടങ്ങൾ ധാരാളം തിങ്ങിക്കൂടിയ സമയം ഹലീമ സഅദിയ ബീവിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ പ്രായമുള്ള ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, യാ ഉഖ്തി മാദാ തുബ്കീകി, എന്തിനാ പെണ്ണേ നീ കരയുന്നത്? അപ്പോൾ ഹലീമ ബീവി പറയാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെ കാണുന്നില്ല. എങ്കിൽ നീ നേരെ അവിടെ പോയി നോക്ക്. ഉസ്സയുണ്ട് അവിടെ. ലാത്തയും ഉസ്സയും മനാത്തയും ഹുബലയും അടക്കമുള്ള മനുഷ്യ നിർമ്മിത ബിംബങ്ങളിലൂടെ ദൈവിക സങ്കല്പങ്ങളെ കണ്ടെത്തിയിട്ട് പ്രാർത്ഥന നടത്തുന്ന ഒരു പറ്റം മുശ്രിക്കീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രായമുള്ള ഒരാൾ വന്നിട്ട് പറയുന്നു, നീ എന്ന ഉസ്സനോട് പോയിട്ട് പറഞ്ഞോ, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശേഷിയുള്ള ദൈവമാണത്. ഉസ്സയുടെ സമീപത്തേക്ക് പോയിട്ട് കാണാത്ത കുട്ടിയുടെ പേര് പറയുന്നു, മുഹമ്മദ് മുഹമ്മദ്. അള്ളാന്റെ റസൂലിന്റെ പേര് പറയുമ്പോഴേക്ക് ഉസ്സ തല കുമ്പിട്ട് താഴോട്ടേക്ക് വീണുടഞ്ഞു പോകുകയാണ്. അയാ സ്വാനമൽ ഈദിൽ الذي صف حوله صناديد من وفد بعيد ومن قربي. മൗലൂദിന്റെ ഈ വരികൾ ചൊല്ലുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല എന്ന് മൗലവിമാര് പറയാം, ഉസ്താദ്മാര് പറയാം. എന്താ കാരണം? ഏത് വരികൾക്കാണ് നമ്മൾ മൗലായ അസ്വലാത്ത് ചൊല്ലേണ്ടത്, ജവാബ് ചൊല്ലേണ്ടത്? തങ്ങളുടെ മദ്ഹ് പറയുന്നത്. ഈ പറയപ്പെട്ട വരികളിലെല്ലാം അത് ബിംബത്തിനോട് മുശ്രിക്കീങ്ങൾ സമ്മതിച്ചിരുന്ന സംവേദനങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മുഹമ്മദ് നബി തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് ബിംബങ്ങളെല്ലാം അവിടെ തലകുത്തി വീഴുന്നു. തങ്ങളുടെ പേരിന് അത്രമാത്രം ത്രാണിയുണ്ടെങ്കിൽ തങ്ങൾക്ക് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട്. ഹലീമ സഅദിയ ബീവി കുട്ടിയെ കാണാത്തതിന്റെ പേരിൽ പേടിച്ച് കരയുന്ന സമയത്ത് ആളുകൾ കൂടുന്നു. അബ്ദുൽ മുത്തലിബ് തങ്ങൾ നേരെ കഅബാലയത്തിന്റെ കവാടത്തിൽ ബാബുൽ കഅബയിൽ നിന്ന് ദ്വാരക്കുകയാണ്. അല്ലാഹുമ്മ ഇർജിഇ ബിനി, എന്റെ നഷ്ടപ്പെട്ടു പോയ മോനെ തിരിച്ചു തരണം. പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബൂജഹലിന്റെ ഒട്ടകപ്പുറത്ത് മുന്നിൽ നിന്നുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയറ്റിയിട്ട് അബൂജഹൽ വരുന്നത്. അബൂജഹൽ പറയാണ്, അല്ലയോ അബ്ദുൽ മുത്തലിബേ, നിങ്ങളുടെ മകൻ വല്ലാത്ത മകൻ തന്നെ. ഞാൻ ഈ ഒട്ടകത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് വഴിയിൽ തനിച്ച് നടന്ന് കളിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ എന്റെ പിറകിലിരുത്തി ഒട്ടകത്തിന്റെ ചീനി പിടിച്ച് വലിച്ചിട്ടും ഒട്ടകം മുന്നോട്ട് പോകുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഒട്ടകം മുന്നോട്ട് പോകുന്നില്ല. അബൂജഹലിനറിയാത്ത അത്രയും നല്ല പ്രവാചകനെ മിണ്ടാപ്രാണിയായ ഒട്ടകം തിരിച്ചറിയുന്നു. അബൂജഹൽ പറയാണ്, ഒട്ടകം എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഫീല് ചെയ്യുന്നു. യാ ഹമഖ് ഹദാ ഹുവൽ ഇമാം, അല്ലയോ ഹമഖ്, ഇത് ഇമാമാണ്. ഇമാമ മുന്നിലല്ലേ വേണ്ടത്, കുട്ടിയെ മുന്നിലേക്ക് ഇരുത്തു എന്ന സൂചന. ഞാൻ കുട്ടിയെ മുന്നിലേക്ക് ഇരുത്തിയപ്പോൾ ഒട്ടകം ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് വരികയാണ്. തങ്ങൾ വളരുന്നു. 4 വയസ്സ് പൂർത്തിയാകുന്നു. 8 വയസ്സിലേക്ക് എത്തുന്നു. അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ വിരാമം കുറിക്കുന്നു. പിന്നീട് അബൂ താലിബിന്റെ കാർമികത്വത്തിൽ വളരുന്നു. റസൂലുള്ളാഹിക്ക് ഒരു ന്യൂനതയും ഇല്ലാതെ അല്ലാഹുവിന്റെ തർബിയത്തിലാണ് വരുന്നത്.
മുത്തുനബി തങ്ങൾക്ക് 15ാമത്തെ വയസ്സാകുന്നു. കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുകയാണ്. ഓരോരുത്തരും കല്ല് ചുമന്നുകൊണ്ട് കഅബാലയത്തിന്റെ പുനർനിർമ്മിതിക്ക് സഹായിക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് എണീക്കാൻ പറ്റും? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 15ാമത്തെ വയസ്സ് പ്രായമാണ്. ഉമ്മമാരെ, ആൺകുട്ടികൾ 10 വയസ്സായാൽ ഉമ്മമാരിൽ നിന്ന് 10 വയസ്സായ പെൺകുട്ടി ബാപ്പമാരിൽ നിന്ന് മാറിക്കിടക്കണം. എന്തേ പറയാനുള്ള കാരണം, ആ പ്രായം മുതൽ അങ്ങോട്ടേക്ക് 15 വയസ്സിന്റെ ഇടയിൽ ഇവൻ പ്രായപൂർത്തിയെത്തിയിരിക്കുന്ന ഒരു പൗരുഷത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും അടയാളം വരുന്നവരാകുന്ന പ്രായമാണത്. അന്നേരം ലിംഗവ്യത്യാസമുള്ളവർ തമ്മിൽ കൂടെ കിടക്കാൻ പാടില്ല. ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഇസ്ലാം കാലേ കൂട്ടി ഈ നീതി ലോകത്തിനോട് പഠിപ്പിച്ചു തന്നു. അതേ സമയത്ത് ലിബറലിസം തലക്ക് പിടിച്ച ചില ആളുകൾ ഇസ്ലാമിന്റെ നീതിബോധത്തിനെ കൊച്ചാക്കി കളഞ്ഞു. എത്രമാത്രം വിരോധാഭാസമായിട്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ കാണുന്നു. എന്നാൽ പത്രമാധ്യമങ്ങൾ വായിക്കപ്പെടുമ്പോഴേക്ക് 50 വയസ്സുള്ള അമ്മയെ ഭോഗിച്ച് കളഞ്ഞിട്ടുള്ള 18 വയസ്സുകാരന്റെ വൃത്തികെട്ട വാർത്തകളാണ് പത്രത്തിലൂടെ വായിക്കപ്പെടുന്നത്. കാലേ കൂട്ടി ഇസ്ലാം പറഞ്ഞു, പ്രായം വ്യത്യാസപ്പെടുന്നതനുസരിച്ച് മനുഷ്യന്റെ മനസ്സും വികസിക്കുന്നുണ്ട്, ശരീരത്തിൽ പുതിയ പുതിയ ഭാഗങ്ങൾ രൂപപ്പെടുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷ്മത വേണമെന്ന് പറഞ്ഞു. 15 വയസ്സ് പൂർത്തിയായ തങ്ങൾ അവിടെ നാണം മറക്കണം, ഔറാത്തുകൾ മറക്കണം. മുത്തുനബി തങ്ങൾ കല്ല് ചുമക്കുന്നു. സാധാരണ എല്ലാവരും ഒരു തുണിയോ മറ്റോ തരികയാക്കി വെച്ച് അതിന്റെ മീതെയാണ് കല്ല് ചുമക്കാറുള്ളത്. പക്ഷേ തങ്ങൾ അവിടത്തെ മീനിയിൽ കല്ല് ചുമന്നു കൊണ്ടുപോകുമ്പോ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് വിളിച്ചു പറയുന്നു, മോനാ കല്ലെങ്ങനെ ചുമക്കണ്ട, തുണി തരികയാക്കി വെച്ചോ. മുത്തപ്പ, എന്റെ കയ്യിൽ തുണിയില്ലല്ലോ. അതിനെന്തേ നീ ഇവരെല്ലാം കാണുന്നില്ലേ? അവരവര് നാണം മറക്കുന്നതിന് പകരം ശരീരം വേദനിക്കുന്നതിനാണ് അവര് പ്രാധാന്യം കൊടുത്തത്. ഔറത്ത് കാണുന്നതിൽ അവർക്ക് പ്രയാസമില്ല. ഉടുത്തിരുന്ന ഉടുമുണ്ടടിച്ചിട്ട് തരികയാക്കിയിട്ട് കല്ല് ചുമന്നു പോകുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. യബ്ന അഖീ, അല്ലയോ സഹോദരപുത്ര, അവര് ചെയ്യുന്നത് പോലെ ചെയ്തോന്ന് ആവർത്തിച്ച് പറയുന്നു. തങ്ങളതനുസരിച്ചില്ല. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഉടുത്തിരുന്ന ഉടുമുണ്ട് വലിച്ചെണ്ണഴിച്ചു. അപ്പോഴേക്ക് ഫഖറ റസൂലുള്ളാഹ്, തങ്ങൾ ബോധരഹിതനായിട്ട് അവിടെ വീണുപോയി. ആൾക്കൂട്ടങ്ങൾ കൂടി, വെള്ളം തളിച്ച് ബോധം വന്നില്ല. തട്ടി വിളിച്ചു നോക്കി, ബോധം വന്നില്ല. അവസാനം ആരോ വിളിച്ചു പറഞ്ഞു, അബ്ബാസേ, കയ്യിലുണ്ടായിട്ടുള്ള തുണിയൊന്ന് ആ കുട്ടി കുടിപ്പിച്ചു നോക്കിക്കേ. തുണി ശരീരത്തിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഫഖാമ റസൂലുള്ളാഹ്, തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ആനുകാലിക വായനകളിലും ആധുനിക സംവിധാനങ്ങളിലും ഇവിടത്തെ സുഖങ്ങളിൽ, ഇവിടത്തെ ആർഭാടങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ടർഫിൽ പോയിട്ട് കളിക്കുന്ന സമയം നീ ഔറത്ത് പൂർണ്ണമായും മറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, കല്യാണത്തിനോ സന്തോഷത്തിനോ ഭാഗവാക്കാകുന്ന സമയം ശരീരം മറക്കുന്നിടത്ത് നമ്മൾ ചെറിയ ചമ്മൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഔറത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ച് ലോകത്ത് നമുക്ക് പാഠം തന്ന മഹാനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രത്യേക തർബിയത്ത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. കച്ചവട യാത്രകൾ പലതും നടത്താറുണ്ട്. സൂക്ഷ്മതയുടെ പര്യായമായിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്ത പല സഹയാത്രികരും തങ്ങളുടെ സൂക്ഷ്മതയെ കുറിച്ച് പറയാറുണ്ട്. ഖുവൈലിദിന്റെ പുത്രിയായ നമ്മുടെ പൊന്നുമ്മയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ അവിടെന്ന് പറഞ്ഞയച്ചില്ലേ മൈസറത്തിനെ. എന്തിനു വേണ്ടിയിട്ട്? ഈ മുഹമ്മദീയ സംസ്കാരം പഠിക്കാൻ വേണ്ടി, മുഹമ്മദീയ ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴികളിലെല്ലാം മറവെച്ചു കൊടുക്കുന്ന, പോകുന്ന വഴികളിലെല്ലാം മേഘം തണൽ വിരിച്ചു കൊടുക്കുന്ന കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയ മൈസറത്ത് വന്നിട്ട് സന്തോഷം പങ്കുവെച്ചപ്പോ ഖദീജുമ്മാന്റെ മനസ്സിലുണ്ടായൊരു സ്നേഹമുണ്ട്. ആർദ്രതയുടെ സ്നേഹം, വൈകാരിക സ്നേഹമല്ലാതെ. ഇന്ന് 40 വയസ്സുള്ള ഉമ്മാക്ക് കൂടെ ഭർത്താവായിട്ട് 22 വയസ്സുകാരനായ കാമുകന്മാരായി ജീവിക്കുന്നിടത്ത് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ എന്തുകൊണ്ടാണ് അവിടുത്തെ 25-ാമത്തെ വയസ്സിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ആയിഷ ബീവിയെ പോലെ ഒരു കന്യകയായ ഒരു ഭാര്യയെ എന്തുകൊണ്ടായിരുന്നു തങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തആല നൽകാതിരുന്നതിന്റെ കാരണം നിങ്ങൾ വായിക്കണം. 9 വയസ്സുള്ള ആയിഷ ബീവി എങ്ങാനും തങ്ങളുടെ ജീവിതത്തിലേക്ക് തുടക്കത്തിലെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ സ്നേഹം കൊടുക്കാൻ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരു ഉമ്മയില്ലാത്ത വീടാണ് ആ വീട്. നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ ഉമ്മയില്ലെങ്കിൽ സഹോദരിയോട് പറയാം. അങ്ങനെ സഹോദരിയില്ലാത്തൊരു വീടാണ് ആ വീട്. അതോടൊപ്പം തങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരായിട്ട് അതോടൊപ്പം തങ്ങൾ പ്രവാചകനാകേണ്ടിയിരിക്കുന്ന ആളാണ്. അതിന്റെ അടയാളങ്ങൾ പലതും വരുമ്പോ ജീവിച്ച് എക്സ്പേർട്ട് അല്ലാത്ത, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ പല പഴുതുകൾ കണ്ടിട്ടില്ലാത്ത ആയിഷ ബീവിക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ പരിസരങ്ങളെ അത്രയും കുലീനമാക്കി ലോകത്തിന് പരിചയപ്പെടുത്തിയ ആയിഷ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ ജീവിത പങ്കാളിയായിട്ട് ആദ്യം കടന്നു വന്നത്. സൂറത്തുൽ ദുഹായിൽ പറയുന്നുണ്ടല്ലോ, വവജദക ആയിലൻ ഫഅഗ്നാ ഐ ബിമാലി ഖദീജ റളിയല്ലാഹു അൻഹാ. സാമ്പത്തികമായ സ്കെയിൽ വെച്ചുകൊണ്ട് മക്കക്കാര് പരസ്പരം മേൽക്കോയ്മ പറയുന്ന സമയം ഖദീജ ബീവി മുത്തായ തങ്ങളെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോ പലരും പറഞ്ഞു, യതീമായ ജീവിക്കാനുള്ള വകയില്ലാത്ത മുഹമ്മദിനെയാണോ കല്യാണം കഴിക്കുന്നത്? ഖദീജ ബീവി അവർക്ക് മറുപടി കൊടുത്ത് എങ്ങനെയാണെന്നറിയോ? കല്യാണത്തിന്റെ അന്നത്തെ ദിവസം നിക്കാഹ് കഴിയുന്നു, വലീമത്തിന്റെ ഭക്ഷണം കൊടുക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീട്ടിൽ കല്യാണം നടക്കുന്ന സമയം എല്ലാ പരിപാടികളിലും നമ്മൾ പ്രതിഫലം കാംക്ഷിക്കുന്നവരാകണമല്ലോ. കല്യാണം നടക്കുമ്പോ ഞായറാഴ്ച പകല് കല്യാണമാണെങ്കിൽ ശനിയാഴ്ച അസർക്ക് ശേഷം നിക്കാഹ് വെക്കണം. ഇന്ന് എന്ത് കിട്ടും? മകരവിന് ശേഷം മൈലാഞ്ചി ഉണ്ടാവുമല്ലോ. ആ മൈലാഞ്ചിക്ക് വലീമത്തിന്റെ കൂലി കിട്ടും. പിറ്റേ ദിവസത്തെ ഭക്ഷണം വലീമത്തിന്റെ കൂലി കിട്ടും. സുന്നത്തായ വലീമ ഭക്ഷണം, നിക്കാഹിന്റെ വകയുള്ള ഭക്ഷണം. ഖദീജ ബീവിയുടെ നിക്കാഹ് കഴിയുന്നു. 200ഓളം ഖുറൈശി പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും വന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകാൻ നിൽക്കുമ്പോ യാ മഅ്ശറ ഖുറൈശ് ഉസ്കുനൂ, ഒന്ന് നിൽക്കണേ, ചെറിയൊരു ചടങ്ങോട് ബാക്കിയുണ്ട്. അകത്തളത്തിൽ ചെന്നിട്ട് വലിയ പാണ്ടക്കെട്ടുമായിട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ പ്രോപ്പർട്ടിയുടെ മുഴുവൻ രേഖയും എന്റെ സ്വത്വം, ഈ പറയപ്പെട്ട സംഗതികളൊക്കെ ഉള്ളതാണ് ഈ പാണ്ടക്കെട്ട്. ഇന്നു മുതൽ ഈ സ്വത്തിന്റെ അവകാശം ലക യാ റസൂലല്ലാഹ്, ഈ സ്വത്ത് മുഴുവൻ തങ്ങൾക്കുള്ളതാണ്. അൽആൻ അൻതൽ ഗനി വഅന ഫഖീറ, ഇന്നത്തെ ദിവസം തങ്ങൾ പണക്കാരൻ, ഞാൻ പാവപ്പെട്ട ഫഖീറത്താണ്. ജീവിതത്തിന്റെ തുടക്കം, തങ്ങളോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏതൊരു പെണ്ണും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വത്തായിരിക്കും, സ്വർണമായിരിക്കും, സമ്പത്തായിരിക്കും. അത് മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു കൊടുക്കുന്ന തുല്യതയില്ലാത്ത സ്നേഹത്തിന്റെ ആദ്യ പാഠം തുറക്കുന്നു സയ്യിദത്തുനാ ബീവി ഖദീജ. സന്തോഷം പങ്കു.
ആ ജീവിതത്തിൽ അല്ലാഹു തആല ഖാസിം എന്ന മോനെ കൊടുത്തിട്ടുണ്ട്, സൈനബിന് കൊടുത്തിട്ടുണ്ട്, റുഖയ്യയെ കൊടുത്തിട്ടുണ്ട്, ഉമ്മു കുൽസൂമിന് കൊടുത്തിട്ടുണ്ട്, ഫാത്തിമ സഹറ ബത്തൂലിനെ കൊടുത്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. ഈ മഹദിമാരെല്ലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിലൂടെ മുത്തനബി തങ്ങൾക്കുണ്ടായ മക്കളായതുകൊണ്ട് തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിന്റെ ശേഷം ഓരോ വർഷവും അവിടുത്തെ തിരുക്കാറിന്റെ ദിവസം വരുമ്പോ ആടിനെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യും. ഖദീജ ബീവിയെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ വികാരപ്പെടും മുത്തനബി തങ്ങൾ. അപ്പോ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, തങ്ങളുടെ ജീവിതത്തിൽ ഒരു കുലീനയായിട്ട് അതല്ലെങ്കിൽ മറ്റൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാതെ കന്യകയായിട്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരേ ഒരു ഭാര്യയായ ഞാനല്ലേ തങ്ങളെ, എന്നിട്ട് ഞാനിപ്പോൾ തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കെ എന്തിനാണ് ഇടക്കിടക്ക് ഖദീജാന്റെ പേര് പറഞ്ഞിട്ട് തങ്ങൾ വികാരപ്പെടുന്നത്? തങ്ങൾ പറഞ്ഞു, അല്ല ആയിഷ, എന്റെ ഖദീജയോളം നിങ്ങൾ എല്ലാ ഭാര്യമാര് വന്നാലും എന്റെ ഖദീജയോളം ആകൂല. അത്രയും തങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചവരാണ് ഖദീജ ബീവി. എന്നെ കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ പഠിക്കാൻ ധാരാളം ഖദീജ ബീവിയിലുണ്ട്. ഭർത്താവിന്റെ സാമ്പത്തികമായ ഉന്നമനം, ഭർത്താവിന്റെ സാമ്പത്തികമായ വളർച്ചയുള്ള സമയത്ത് കൊടുക്കുന്ന അതേ സ്നേഹം തന്നെ അവൻ ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീര് കുടിക്കുന്ന സമയത്തും കൊടുക്കണേ. കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഇരപകലുകളെ ഒപ്പിയെടുത്ത് നബൂവത്തിന്റെ ദിവ്യ സന്ദേശം കാലേ കൂട്ടി മനസ്സിലാക്കിയിട്ട് ഓരോ സെക്കൻഡുകളിലും കൂടെ നിന്ന് കൊടുത്ത ഖദീജ ബീവി ഒരു ദിവസം തങ്ങൾ പറഞ്ഞു, ഖദീജോ, എനിക്ക് തനിച്ചിരിക്കാനൊന്ന് പൂതിയാകുന്നുണ്ട്. ഖദീജ ബീവി പറഞ്ഞു, തങ്ങളൊന്ന് നടന്നു നോക്കിക്കേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലോട്ട് കണ്ടാൽ തങ്ങൾ ഇങ്ങോട്ട് വരണം, എന്നിട്ട് ഞാനും കൂടെ അങ്ങോട്ട് വരാം, നമുക്ക് രണ്ടുപേർക്കും സ്ഥലം കണ്ട് കൺഫേം ചെയ്യാം. റസൂലുള്ള നടന്നു. മക്കത്തുൽ മുക്കറമയിൽ ഇന്നത്തെ സൊഫയുടെ ഭാഗത്താണ് ഖദീജുമ്മാന്റെ വീടുണ്ടായത്, മറുവയുടെ ഭാഗത്താണ് വീടുണ്ടായത്. അവിടെ നിന്ന് നടന്നിട്ട് ഏകദേശം 6-7 കിലോമീറ്റർ വരുന്ന ജബലന്നൂറിന്റെ മുകളിലേക്ക് നടന്നു ചെന്നു. ആ ജബലന്നൂറിന്റെ മുകളിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിസരം നോക്കുമ്പോ കണ്ണ് നിറയെ കാബ കാണുന്നുണ്ട്. സന്തോഷമായി നേരെ ഇറങ്ങി വന്നു ഖദീജുമ്മാന്റെ അടുക്കലേക്ക്. നല്ല സ്ഥലം കണ്ടിട്ടുണ്ട്, നമുക്ക് പോയാലോ? രണ്ടുപേരും നടന്നു പോകുന്നു. നേരെ ജബലന്നൂറിന്റെ മുകളിലേക്ക് ചെല്ലുന്നു. ചില ആളുകൾ ഉംറയ്ക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവര് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഹജ്ജിന്റെയോ ഉംറന്റെയോ റുക്നിൽപ്പെട്ടതാണോ ആ ജബലന്നൂറിലേക്ക് കയറി പോകുന്നത്, അതല്ലെങ്കിൽ ഗാർ സൗറിലേക്ക് പോകുന്നത്? അത് കേവലം ഒരു ഷർത്താണോ ഫർദാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഷർത്തും ഫർദുമായിട്ടല്ലല്ലോ. ലൈലയെ സ്നേഹിച്ച് ലൈലാന്റെ വീടിന്റെ സമീപത്തിലൂടെ നടന്നു പോകുന്ന ഖൈസ് മജ്നൂനായി പോയി. എന്നിട്ട് ആ വീടിന്റെ ചുമലുകൾക്ക് മുത്തം കൊടുത്തിട്ട് പറയുന്നത്, വലാകിൻ ഹബ്ബ മൻ സകന ദിയാറ, ഈ കാണുന്ന അന്തര ചുംബിയായ വീടിനോടുള്ള മതിൽക്കെട്ടിനോടുള്ള ഇഷ്ടമല്ല, വലാകിൻ ഹബ്ബ മൻ സകന ദിയാറ, ഈ വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ടവളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇഷ്ടമല്ലേ നമ്മൾ വികാരപ്പെടുത്തുന്നത്, ഇഷ്ടമല്ലേ നമ്മളെ യാന്ത്രികമായിട്ട് ചലനാത്മകമാക്കുന്നത്. ആ ഇഷ്ടം കൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 732 അടി ഉയർച്ചയിലുള്ള ആ ജബലന്നൂറിലേക്ക് മുഅ്മിനീങ്ങൾ കയറി ചെല്ലുന്നത്. എത്ര വലിയ ആനന്ദമാണ്! ആ ഗുഹയുടെ അന്തർഭാഗ
ഭാഗത്ത് ചെന്നിട്ട് ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി തിക്കുന്നിറക്കും കൂട്ടുന്നവരില്ലേ? അവിടെ വെച്ച് നിസ്കരിക്കുന്നവരില്ലേ? അത് ഷർത്താണെന്ന് ചോദിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? എന്തിനാ മോനെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത്? അത് നിനക്ക് നിർബന്ധമായത് കൊണ്ടല്ലോ. എന്തിനാണ് പൊന്നുപെങ്ങളെ നിന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത്? നിർബന്ധമായത് കൊണ്ടല്ലോ. ആർദ്രതയുടെ സ്നേഹത്തിന്റെ മനസ്സോടെ ആ കണ്ണോടുകൂടെ നിന്റെ ഭർത്താവിനെ നോക്കിയാൽ നസലത്തുർ റഹ്മ, അവിടെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പഠിപ്പിച്ചത് കൊണ്ടല്ലേ മുത്തനബിതങ്ങൾ? അതൊരു സ്നേഹമാണ്, അതൊരു വികാരമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം കൊണ്ടാണ് ഈ മലയുടെ ഉച്ചിയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഖദീജ ബീവി തങ്ങളുടെ കൂടെ നടന്നതിന്റെ മുകളിലേക്ക് ചെന്നു. ചുറ്റുഭാഗം മുഴുവനും വൃത്തിയാക്കി കൊടുത്തു. ഹിജറയുടെ കാലത്തിന്റെ മുൻപ് തന്നെ റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന് ഹിജറയേക്കാൾ പ്രയാസങ്ങൾ അതിജീവിച്ച ഖദീജ ബീവി തങ്ങൾ അവിടെ നിർത്തിയിട്ട് വീട്ടിലോട്ട് പോകുന്നു. ഇടക്കിടക്ക് അവിടത്തേക്ക് ചെല്ലും. തങ്ങളുടെ തീന്മേശയിലെ വിഭവങ്ങൾ ഇബ്നു കസീർ പറയുന്നുണ്ട്, ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളമുണ്ടാകും, മറ്റൊരു പാത്രത്തിൽ കുഴച്ച മാവുണ്ടാകും, അധികം ഉണക്കമില്ലാത്ത അതോടൊപ്പം കൂടുതൽ പച്ചപ്പില്ലാത്ത കാരക്കയുണ്ടാകും, അതോടൊപ്പം കുറച്ച് കല്ലുപ്പും ഉണ്ടാകും. റസൂലുള്ളാഹിന്റെ തീന്മേശയിലെ വിഭവങ്ങൾ. ഞാൻ ലക്ഷദ്വീപിലേക്ക് ചില സമയത്തൊക്കെ പോവാൻ അല്ലാഹു തആല നമ്മുടെ എല്ലാ ഹിദ്മത്തും സ്വീകരിക്കട്ടെ. അപ്പൊ അവിടെ ആന്ധ്രോദ്വീപിൽ കുറെ സാദാത്യങ്ങൾ ഭക്ഷണത്തിന് അധിക രാത്രിയിൽ വലിയൊരു തങ്ങളിലാണ് മൂക്കുന്നിക്കോയെന്ന് ഓറ വിളിക്കാം. ഓറ വീട്ടിലെ ഭക്ഷണം. അപ്പൊ കുറച്ച് കല്ലുപ്പുണ്ടാവും ചെറിയ പാത്രത്തിൽ. നമ്മളെന്താ കുഞ്ഞു പാത്രത്തിൽ എന്താ പറയാ, സാസരം എന്താ പറയുന്നത് അല്ലെ? അതിന് കുറച്ച് കല്ലുപ്പുണ്ടാവും. എന്നോട് പറയും, ഫാദർ ആ കല്ലുപ്പൊന്ന് ആദ്യം കഴിച്ചു. ഇത് ഓറുണ്ടാക്കിയൊന്നല്ല, തിബ്ബുൻ നബവിയിലുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ചികിത്സാ രീതിയിൽപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുമ്പ് ചെറിയ കല്ലുപ്പ് അംശം കഴിച്ചാൽ അടുത്തത് കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൽ വല്ലതും വശലിപ്തമായിട്ടുണ്ടെങ്കിൽ ഈ കല്ലുപ്പിനോട് അതിന് നിർവീര്യമാക്കാൻ പറ്റും. തങ്ങളുടെ ഭക്ഷണത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന വിഭവമാണത് കുറച്ച് കല്ലുപ്പ്. ഇത് തങ്ങൾക്ക് കൊണ്ടു കൊടുക്കും, തങ്ങൾ കഴിക്കും, രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിക്കും. ചിലപ്പോൾ തങ്ങളും താഴോട്ടേക്ക്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബേജാറായിട്ട് ഖദീജയുടെ അടുക്കിലേക്ക് പോയിട്ട് സമ്മിലൂനി എന്ന് പറഞ്ഞപ്പോ, എന്തിന് തങ്ങൾ പഠിക്കണം, എന്തിന് തങ്ങൾ പഠിക്കണം? ഇന്നക തഹ്മിലുൽ കല്ല വതസിലുർ റഹിം. അവരന്റെ പ്രയാസം ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുക്കുന്ന തങ്ങളെ നിങ്ങൾ എന്തിന് പേടിക്കണം? കുടുംബബന്ധം ചേർക്കുന്ന നബിയെ തങ്ങൾ എന്തിന് പേടിക്കണം? നാളത്തെ വിഷയം അതായതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കടക്കില്ല. തങ്ങളെ സമാധാനിപ്പിക്കുക. ഇസ്ലാമിന്റെ ബയോഡാറ്റ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആരാണ്? അതൊരു പെണ്ണാണ്, ഖദീജ ബീവിയാണ്. ഇസ്ലാം പുലുകിയ ഒന്നാമത്തെ മഹദി. അതിനുശേഷം ആ സിദ്ദീഖ് തങ്ങൾ വരുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിക്കുന്നു. മക്കയിൽ മുഴുവനും ജനങ്ങൾ തങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. യതീമു അബീ ത്വാലിബിൻ യസ്അമു അന്നഹു, അബൂ താലിബിന്റെ യതീമായിട്ടുള്ള കുട്ടി നബിയാണെന്ന് വാദിക്കുന്നുണ്ടല്ലോ എന്ന സംസാരം. ഈ സംഗതി നടക്കുന്ന സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ യമനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് തങ്ങളും ചെറിയ പ്രായത്തിലെ ബിംബാരാധന നടത്താത്ത സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ച മഹാനാണ്. അപ്പൊ ഇടക്കിടക്ക് മൂപ്പരിങ്ങനെ സ്വാലിഹ്യങ്ങളെ കാണാൻ വേണ്ടി പോകും. നമ്മളങ്ങനെ പോകില്ലേ അല്ലെ? ഉസ്താദന്മാരെ കാണാൻ പോകില്ലേ? പോകണം കേട്ടോ. ജീവിച്ചിരിക്കുന്ന സമയത്ത് പോയി കാണും. അല്ലാഹു തആല ഈ അടുത്ത് വഫാത്തായി പോയ വലിയ പണ്ഡിതൻ, എനിക്ക് തോന്നുന്നു ഖുറാ തങ്ങൾ, അല്ലാഹു തആല ദറജ ഉയർത്തട്ടെ. ഒരാണ്ട് അടുത്ത മാസം ഖുറാ തങ്ങൾ വഫാത്തായതിനു ശേഷം എന്നോട് ഒരാൾ പറഞ്ഞു, നഷ്ടമായി പോയാൽ അതെ കാണാൻ പറ്റിയിട്ടില്ല. ഓരോ റമദാനിലും 22 ഖത്തം പോയി തീർക്കുന്ന മഹാനാണ് ഖുറാ തങ്ങൾ. ഓരോ റമദാനിലും 22 ഖത്തം തീർക്കും. ജീവിതത്തിൽ ഇത്രയും റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണി പറയാൻ പറ്റും. 22 ഖത്തം ഓരോ റമദാനും. എന്നിട്ട് തങ്ങൾ പറയും, അത്ര ഭാരമുള്ള വിഷയമൊന്നുമില്ല, എനിക്ക് വളരെ സിമ്പിളായിട്ട് ഓതാൻ പറ്റുന്നത്. ചിലപ്പോൾ അത് 27 ആയിട്ട് കഴിയുന്നില്ല. ഖത്തത്തിന്റെ എണ്ണം പറയും. ഖത്തമുൽ ഖുർആൻ ഖത്തമുൽ ഖുർആൻ
കാണാൻ വലിയ തങ്ങന്മാരുടെ ഒരു ആഢ്യത്തൊന്നുമില്ല, ഷാളൊന്നും ഉണ്ടാവില്ല. ഒരു സാധാരണ ഒരു മൈലാരെ പോലെ വന്നിട്ട് സിമ്പിളായിട്ട് കുറച്ചു നേരം സംസാരിച്ച് ദ്വാരന്നിട്ട് പോകുന്ന ആ സാത്വികനായ മനുഷ്യന്റെ കറാമത്തുകൾ എത്ര ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ മൂത്ത സഹോദരൻ, എന്റെ മൂത്തമ്മാന്റെ മോന് കല്യാണം കഴിച്ച് 5 വർഷം കുട്ടികളുണ്ടായില്ല. ഒരുപാട് ചികിത്സിച്ചു. അങ്ങനെയാണ് ഇട്ടിക്കുളത്തെ വീട്ടിലേക്ക് പോകുന്നത്. വെള്ളം വന്നിച്ചു 41 ദിവസം ബദരീകൾ യാസിലതൻ പറഞ്ഞു. മൂപ്പരോട് കുറച്ചാളെ നാട്ടിലെക്കാൻ പറഞ്ഞു. ആള് പ്രവാസിയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അമ്മായി പ്രഗ്നന്റ്, പ്രസവിച്ചപ്പോ ഇരട്ടക്കുട്ടിയുണ്ട്. നല്ല സന്തോഷം, ഇരട്ടക്കുട്ടികളെ കിട്ടി. ഇവരുടെ കൂടെ തന്നെ ഇവരുടെ നാട്ടിലുള്ള പാടിച്ചാല് ഭാഗത്തുള്ള വേറൊരു സ്ത്രീ പോയി. ഭർത്താവ് ഒരു വിധേയാണ്. ഇതൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ്. അള്ളാഹു തആലയ്ക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഈ വിധേയത്താൻ എന്ന് പറഞ്ഞാൽ സംഭവ സാധുക്കളാണ്, അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ല. അവര് സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന സാധുക്കളാണ്. നിങ്ങൾ നോക്കി, ചില സ്ഥലത്തൊക്കെ ചിലപ്പോ പള്ളി ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ ജോലി ചെയ്ത തലശ്ശേരിയിൽ അങ്ങാടിയിലാണ്. ആ തലശ്ശേരി ടൗണിൽ മാത്രം 47 പള്ളിയുണ്ട്. തലശ്ശേരി ടൗണിൽ മാത്രം അത്രയും പള്ളികളുണ്ട്. എന്നാലുണ്ടാവും സ്ത്രീകൾക്കായിട്ട് പള്ളി പുതിയ തുറക്കുന്നുണ്ടാവും. എന്നിട്ടാണ് സ്ത്രീകളെ പള്ളിയെ കൊണ്ടുപോയിട്ട് സമാധാനമാണ്. പിന്നെ ചില സാധുക്കളുണ്ടാവും, മരിച്ചാ പിന്നെ ഒന്നുമില്ല, യാസീനത്തില്ല, സത്തമില്ല, സ്വലാത്തിന്റെ ദിക്റൊന്നും ഉണ്ടാവില്ല. പക്ഷെ താജീയത്തിന് എന്നിട്ട് പോകുന്നുണ്ട്. താജീയത്തിന് ഫുഡ് പറ്റും, താജീയത്തിന്റെ മജിൽസ് പറ്റില്ല. അങ്ങനെ കുറെ സാധുക്കളുണ്ടാവും. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കും. അപ്പോ നല്ല സുന്നത്തെ ജമാഅത്ത് വിശ്വസിക്കുന്ന ആ ഉമ്മ എന്ത് ചെയ്തു? തങ്ങൾക്ക് പോയി തങ്ങളെ കണ്ടു. തങ്ങൾ വെള്ളം വന്നിച്ചു കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ആ ഇടക്കാണ് ഭർത്താവ് നാട്ടിലേക്ക് വരുന്നത്. വെള്ളം കണ്ടു ചോദിച്ചു, എന്ത് വെള്ളമാണ്? മന്ദിരിച്ച വെള്ളം എന്ന് പറഞ്ഞു. മൂപ്പര വെള്ളം എടുത്തിട്ട് നേരെ തെങ്ങിന്റെ തോട്ടിൽ കുടിച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴേക്ക് ആ തെങ്ങിന്റെ ചോട്ടുന്ന കുട്ടിന്റെ കരച്ചിലേക്കാണ്. പോയി നോക്കുമ്പോൾ കുട്ടിയൊന്നും ആവില്ല, കരച്ചിലിങ്ങനെ കേൾക്കുന്നു. ആകെ ബേജാറായി. നേരെ തങ്ങളത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. ഇതിപ്പോ അള്ളാഹു റബ്ബിൽ യൂട്യൂബിലല്ല ഇത് സംഗതി. ഈ യൂട്യൂബാണോ? 8 മുസ്തലായ നബി എത്രോളാ അത് മതിയാവും. അല്ലല്ലോ. പഠിച്ചോ കാക്കട്ടെ, എന്നെ നിങ്ങളെയും കാക്കട്ടെ. നിങ്ങളുണ്ടാവും, എന്നെ കാക്കട്ടെ. നിങ്ങൾ ആമി പറഞ്ഞതല്ല പറഞ്ഞോ? ഞാൻ കൂട്ടേണ്ട ഉദ്ദേശം ട്രോളുന്ന കാലഘട്ടമാണ് അല്ലേ? നല്ലത് പറഞ്ഞാലും ട്രോള്, ചീത്ത പറഞ്ഞാലും ട്രോള്. അള്ളാഹു നോക്കി ഇതായിട്ട് തങ്ങളടുത്ത് പോയിട്ട് പറഞ്ഞു, തങ്ങളെ വെള്ളം മൂപ്പര് മറിച്ചു. തെങ്ങിന്റെ ചുവട്ടിന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു, ഫാത്തമ പോയത് പോയില്ല. ഇന്നും ആ താത്ത കുട്ടികളായിട്ടില്ല. തങ്ങളെ കറാമത്താണെന്ന് ഞാൻ സ്ഥാപിക്കുകയല്ല, തങ്ങളെ കൊണ്ട് കിട്ടിയില്ല എന്ന് ആളുകൾക്ക് പറയാനും അവകാശപ്പെടാനില്ല. പക്ഷേ എന്റെ ജ്യേഷ്ഠനിക്ക് ഇന്നും അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് 4 മക്കളായിട്ട് നല്ലൊരു സാത്വികനായ മനുഷ്യൻ. ഒന്നുമില്ലെങ്കിൽ ഇൽമിന്റെ അധികാരല്ലേ, അള്ളാന്റെ റസൂലിന്റെ സാദാത്യങ്ങൾപ്പെട്ടവരല്ലേ, വലിയ മഹത്വമുള്ളവരല്ലേ. അപ്പൊ ഹയാത്ത് കാലത്ത് തന്നെ ഇങ്ങനെയുള്ള സാത്വികന്മാരെ ആളുകൾ